സ്വന്തം വീട് തിരിച്ചു പിടിക്കാനായിട്ട് ഈ ഒരു നായിക കാണിക്കുന്ന സ്ട്രഗിൾസ് ആണ് ഈ ഒരു മൂവി ഡിസ്കസ് ചെയ്യുന്നത്. നൈറ്റ് ഓൾവേസ് കംസ് എന്നാണ് ഈ ഒരു മൂവിയുടെ പേര്. സോ ഒരു മൂവി വർക്ക്ഔട്ട് ആവാൻ മെയിൻ കാരണം വാനിസ കിൽബി എന്ന് പറയുന്ന ഈ ഒരു ആക്ട്രസിന്റെ പെർഫോമൻസ് തന്നെയാണ്. മറ്റുള്ള ക്യാരക്ടേഴ്സിനൊന്നും കാര്യമായി പെർഫോം ചെയ്യാനില്ല. ഇതിലൊരു ചേട്ടന്റെ ക്യാരക്ടർ വരുന്നുണ്ട്, ഡോൺ സിൻഡ്രം ഉള്ള ഒരു ചേട്ടന്റെ ക്യാരക്ടർ. സോ ആ ഒരു ക്യാരക്ടറാണ് പിന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ളത്. അതെല്ലാം നോക്കുകയാണെങ്കിൽ ഈ ഒരു വാനിസ കിൽബിയുടെ ക്യാരക്ടറിൽ കൂടിയാണ് ഈ ഒരു സിനിമ ഫുള്ള് പോകുന്നത്. സോ അങ്ങനെ ആ ഒരു സ്ട്രഗിൾസ്, ഒന്നിന് 3 ജോലി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. $25,000 ഈ ഒരു ക്യാരക്ടറിന് വേണ്ടത്, ഒരു രാത്രി കൊണ്ട് ഉണ്ടാക്കേണ്ടത്. സോ അതിന്റെ സ്ട്രഗിൾസ് ആണ് ഈ ഒരു മൂവി പറയുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, വഴികളാണ് തിരഞ്ഞെടുക്കുന്നത്. സോ അങ്ങനെ പോകുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ് ഈ ഒരു സിനിമയുടെ. സോ ആദ്യം തൊട്ട് അവസാനം വരെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു മൂവിയാണിത്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവും കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ നെഗറ്റീവ് ഇല്ലാത്തൊരു മൂവിയല്ല. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളിലോട്ട് ഈ ഒരു നായികയുടെ ക്യാരക്ടർ പോകുമ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ഒരു സംഭവത്തിലോട്ട് കാര്യമായി ഈ ഒരു സിനിമ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രധാന നെഗറ്റീവ്. സോ ഒരു വാനിസ കിൽബിയുടെ ഒരു കിടിലം പെർഫോമൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നായിക പ്രാധാന്യമുള്ള ഒരു മൂവിയാണ്. ഈ ഒരു ക്യാരക്ടറിൽ കൂടിയാണ് കൂടുതൽ സ്ട്രഗിൾസും കടന്നു പോകുന്നത്. സോ ഇനിഷ്യൽ സ്ട്രഗിൾസ്, പാസ്റ്റിൽ നടന്ന സംഭവങ്ങൾ, അതിന്റെ ട്രോമാസ്, അങ്ങനെ പല പല വേരിയൻസ് ഉള്ള പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയിൽ ഈ ഒരു കഥാപാത്രം നൽകിയിരിക്കുന്നത്. അത് കൂടുതൽ ഈ ഒരു ഐ ഷോട്ട്സ് ഒക്കെ വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിലാണ് ഇമോട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഡോൺ സിൻഡ്രം ഉള്ള ഒരു ചേട്ടന്റെ ക്യാരക്ടറായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു കഥാപാത്രം കിടിലനായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. സോ അതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും. സോ താല്പര്യം കണ്ടു നോക്കാം. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.